ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പില്ല എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. ആ അപകട സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഈ 4000-ഓളം 5000-ഓളം പേരെ ഒഴിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അത് ഒന്നുകിൽ രാഷ്ട്രീയമായി മുതലെടുപ്പിന് തയ്യാറാവുക, അല്ലെങ്കിൽ അവരവരുടെ PR-ഉം അവരുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി തയ്യാറാവുന്നതാണ്. നിങ്ങൾ പണം പിരിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വെബ്സൈറ്റിലൂടെ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾ മേടിച്ച ഓരോ രൂപ അതിന് എക്സ്പെൻസ് രതീഷ് ചക്രവർത്തി സാർ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച്, അതായത് ദുരിതാശ്വാസ ഫണ്ട് ശേഖരത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയുക, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരാതികൾ ഒക്കെ. ഇപ്പൊ ഏതാണ്ട് 14ഓളം പേർക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞു. അതായത് ഏറ്റവും ആദ്യത്തത് ഷാജൻ മുതൽ, അതായത് മറുനാടൻ ഷാജൻ മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 14 പേർക്കെതിരെ ഇപ്പോ കേസെടുത്തുണ്ട്. നമുക്ക് കേസ് വരാൻ അറിയില്ല, ഞാൻ താങ്കളെ ആശീർവദിക്കുന്നു, താങ്കൾ കേസ് വരട്ടെ. അപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശിക്ഷിക്കാനൊന്നും പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഈ കാര്യം, അതായത് കേസെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു, ഇപ്പൊ ഷാജൻ, മറുനാടൻ ഷാജന്റെ വീഡിയോയിൽ ഷാജൻ അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ആരും ഇതുവരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഈ വീഡിയോ ചെയ്തവരെല്ലാം ഭഗ്യത്തിനിടെ സൂചിപ്പിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പില്ല എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചത്. ആ വിമർശനം ഉന്നയിക്കാൻ അവർക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ അവരുടെ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി ചെന്നിട്ട് അത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോടതിയിലൊന്നും ആ കേസ് നിൽക്കില്ല. പക്ഷേ നമ്മളിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ പ്രോസസ് ഈസ് ഇറ്റ് സെൽഫ് ഈസ് എ പണിഷ്മെന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയ തന്നെ ഒരു പണിഷ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് കേസും കൂട്ടമായിട്ട് പിന്നെ നടക്കണം എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കും. ഒന്ന്. പക്ഷേ എനിക്കിതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉള്ളത്, ആരെങ്കിലും ഈ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ഫണ്ടിലേക്ക് തന്നെ കൊടുക്കണം എന്നാണ്, CMDRF ദുരിതാശ്വാസ നിധിയിലേക്ക്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിത് ഉഴവൂർ വിജയനോ അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ കടം വീട്ടാൻ വേണ്ടി കാശ് ഈ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. രാമേന്ദ്രൻ നായരുടെ മകന് ജോലി കൊടുത്തിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ സ്വർണ്ണ ഉരുപ്പടികളൊക്കെ എടുക്കാനും അതുപോലെ കടം വീട്ടാനും ഒക്കെ വേണ്ടി പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ നമ്മുടെ കളമശ്ശേരിയിലുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള സക്കീർ ഹുസൈൻ ഈ പറയുന്ന ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാക്കനാടുള്ള ഒരു കളക്ടറേറ്റിലിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഗവൺമെന്റ് ഫണ്ട് അടിച്ചു മാറ്റിയിട്ട് ഏതോ പുള്ളി ചീട്ട് കളിക്കാനൊക്കെ നിന്നിട്ടുണ്ട് 2 കോടി രൂപയോളം. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. പക്ഷേ അയ്യപ്പദാസെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കണം. കാരണം ഈ കുഴപ്പങ്ങളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ പോലും, ഇപ്പൊ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ രാമേന്ദ്രൻ നായരുടെ ഫാമിലിക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പൊ ഉഴവൂർ വിജയന് കൊടുത്തു എന്നൊക്കെ പറയുന്നത്, NCPയുടെ നേതാവായിരുന്ന ഉഴവൂർ വിജയന് കൊടുത്തു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംവിധാനം നമുക്ക് വേറെ ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ ഇന്നിപ്പോ വന്നിട്ടുള്ള എന്റെ ഫോണിലേക്ക്, ഞാനിപ്പോ സത്യത്തിൽ ഇപ്പൊ ഇത് ബൈ ചാൻസിന് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. വയനാട് ദുരന്ത ഭൂമിയിലേക്ക് ഒരു പോസ്റ്ററാണ്. ദുരന്ത ബാധിതർക്ക് സഹായം ഒരുക്കുന്നതിനായി പുറയാർ മുസ്ലിം ജമാഅത്ത് മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഫണ്ട് ശേഖരണം നടത്തുന്നു. ദുരന്തത്തിനെതിരായ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാം. ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച മുതൽ, അതായത് ഇന്ന് മുതലാണ് തുടങ്ങുന്നത്. ഒക്കെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴായിരിക്കും. സെക്രട്ടറി ശിഹാബ് കാസിം, പ്രസിഡന്റ് അടിമക്കുഞ്ഞ്. ഓക്കെ. അപ്പൊ ഈ അടിമക്കുഞ്ഞും ശിഹാബ് കാസിമും കൂടി ഫണ്ട് പിരിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? പിന്നെ ഇത് കൂടാതെ എന്റെ കുഞ്ഞാണോ അടിമക്കണ്ണാണോ? അല്ല, അടിമക്കുഞ്ഞാണ്. ഓക്കെ, കണ്ണല്ല. ശരി സാർ. അല്ല, അത് അടിമക്കുഞ്ഞ് തന്നെയാണ്, കണ്ണല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നാട്ടിലുള്ള പല ആളുകളും, ഇപ്പൊ ഞാൻ പറഞ്ഞത് പല രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളൊക്കെ തന്നെ ചെറിയ തോതിൽ ഇപ്പൊ തന്നെ അവിടെ ഫുഡ് മേടിക്കാൻ ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞ് പണപ്പിരിവ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒന്നുകിൽ ഇതെല്ലാം പൂർണ്ണമായിട്ടും നിർത്തലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ഈ ചെറിയ പിരിവുകളൊക്കെ നിർത്തലാക്കണം. കാരണം ഇത് കൃത്യമായി ഇത് ഇങ്ങോട്ടൊന്നും എത്തുമെന്ന് യാതൊരു വിധത്തിലുള്ള ഉറപ്പും നമുക്കില്ല, ഒരിക്കലും ഇല്ല. മനസ്സിലായ? ഇപ്പൊ അല്ലെ മുസ്ലിം ലീഗൊക്കെ മറ്റേ രക്തസാക്ഷി ഫണ്ടൊക്കെ പിരിച്ച പോലെ ലാസ്റ്റ് പിരിച്ച ഫണ്ടും കാണാനില്ല. ഇഞ്ചി കൃഷി നടത്തിയ കാശ് മാത്രമാണ് മറ്റേ പുള്ളിയുടെ
നമ്മുടെ ഷാജിയുടെ മറ്റേ കട്ടിലടിയിൽ നിന്ന് പിടിച്ചതെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള തരികിടകൾ ഒരുപാടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള. പിന്നെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അതായത് അവിടെ ചെല്ലുക, പഴയ തുണി കൊണ്ട് കൊടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, 10,001 രൂപ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക, എന്നിട്ട് 50,000 രൂപയുടെ മറ്റേ പബ്ലിസിറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ ഇവിടെയുള്ള നന്മപരങ്ങളൊക്കെ തന്നെ നിരോധിക്കേണ്ടതാണ്. അതായത് ഈ നാട്ടുകാരെ സഹായിക്കുക. ശരിയാണ്. ഇപ്പൊ ഞാൻ ഒരു തവണ കോഴിക്കോട് നിങ്ങളോട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരാൾ എന്നോട് കരഞ്ഞുകൊണ്ട് ട്രെയിനിൽ ഇരുന്ന ഒരു കഥ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ ഒരാൾക്ക് വയ്യാതെ ആയിട്ട് വലിയ അസുഖമായി ബാധിച്ചിട്ട് നമ്മുടെ കേരളത്തിലുള്ള അറിയപ്പെടുന്ന ഒരു നന്മപരം ഇലക്ഷനൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാർ ഒരിക്കലും അയാളെ കുറ്റം പറയരുത് എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പേരൊന്നും എടുത്ത് ആരും പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല, ഗവൺമെന്റുകളുടെ വീഴ്ച. അതായത് ഗവൺമെന്റുകൾ ഇത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊരു കാര്യം. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ഇതാണ്. അല്ലാതെ ഒരു ഫാസിസ്റ്റ് രീതിയിൽ നേരെ അവർക്കെതിരെ, അതായത് അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്പീൽ കൊടുക്കേണ്ടതാണ്. നിങ്ങളൊരു പത്രമാധ്യമങ്ങളും ഒക്കെ നിങ്ങൾ വിമർശിച്ചോളൂ, ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ വിമർശിച്ചോളൂ, പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഉറപ്പായും ഈ ഒരു അതായത് ഇങ്ങനെ CMDRFലേക്ക് നിങ്ങൾ ഫണ്ടേ കൊടുക്കരുത് എന്നൊരു വാർത്ത പറയാൻ പാടില്ല. പറഞ്ഞാൽ ഞങ്ങൾ നടപടിയിലേക്ക് പോകുമെന്ന് പറയേണ്ടതാണ്. അതൊന്നും പറയാതെ വീണ്ടും ഈ പറയുന്ന മീഡിയകളെയൊക്കെ ആന്റഗണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു റിപ്പോർട്ട് ഇപ്പൊ ഇന്ന് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട്, വേറെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഞാനിപ്പോൾ മുഴുവൻ ഇവിടെ പറയുന്നില്ല. ഇതിൽ വേറൊരു റിപ്പോർട്ട് വന്നേക്കണത്, ഇതിൽ ഗവൺമെന്റ് ഒരു ഓർഡറാണ് കേട്ടത്. അടുത്തത്, you are requested to direct all science and technology institutions in the state of Kerala not to undertake any field visit to Meppadi Panchayat, Wayanad, which is notified as a disaster affected area. The scientific community shall be directed to restrain themselves from sharing their opinions and study reports to media. If any study is to be undertaken in the disaster affected area, prior permission shall be obtained from the Kerala State Disaster Management Authority. State Relief Commissioner, Principal Secretary, Disaster Management, Professor KP Sudhir, Principal Secretary, Department of Science and Technology. ഇത് ഗവൺമെന്റ് ഓർഡർ ആണ്. അതായത് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ പോകരുതെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അവിടെ ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കൊടുക്കേണ്ടി വരും. രണ്ടാമത് എന്താ പറയുന്നത്, നിങ്ങൾ ഒരു തരത്തിലുള്ള സ്റ്റഡിയോ അല്ലെങ്കിൽ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഷാൽ ബി ഡയറക്റ്റഡ് ടു റിസ്ട്രെയിൻ ദംസെൽവ്സ് ഫ്രം ദ ഷെയറിംഗ് ദിയർ ഒപ്പീനിയൻസ് ആൻഡ് സ്റ്റഡി റിപ്പോർട്ട്സ് ടു മീഡിയ. അതായത് നിങ്ങളുടെ സ്റ്റഡി റിപ്പോർട്ടുകളോ ഓപ്ഷൻസോ ഒന്നും കൊടുക്കരുതെന്നാണ്. ഇതിന്റെ അപകടം എവിടെയാന്ന് വെച്ചാൽ, കേരള ഗവൺമെന്റ് കീഴിലുള്ള ചില ഓർഗനൈസേഷനുകൾ തന്നെ, എന്നെ മുഴുവൻ വിവരവും ഞാൻ അടുത്ത ദിവസം തരാം, ചില ഓർഗനൈസേഷൻസ് തന്നെ ഗവൺമെന്റിന് എഴുതിയിരുന്നു ഇത്തരത്തിൽ ഇവിടെ അപകട സാധ്യത ഉണ്ടെന്ന്. ആ അപകട സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ 4,000-ഓളം 5,000-ഓളം വരെ ഒഴിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് ഈ പറയുന്ന CMDRF ഫണ്ട് പിരിക്കാൻ തീരുമാനിക്കുകയും മറ്റേ ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. ഇതാണ് സംശയത്തിനിടയാക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഉഴവൂർ വിജയനും അതുപോലെ രാമേന്ദ്രൻ നായർക്കും ഒക്കെ കൊടുത്തോണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? മറ്റേതിപ്പോ കാക്കനാട് നമ്മളൊരാള് കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട കേസാണ്, ഒരു ഉദ്യോഗസ്ഥൻ ഇരുന്ന് ചെയ്തതാണ്. അല്ലാതെ അതിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നമ്മൾ തോന്നുന്നില്ല. പിന്നെ പക്ഷേ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനായിട്ട് CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയും ബാക്കിയുള്ള ആളുകളൊക്കെ ഇടപെട്ടു. അത് തെറ്റായിപ്പോയി. പക്ഷെ അതുപോലും ഞാൻ പറയുന്ന ഒരു ലോക്കലി നടന്ന കാര്യമായിട്ട് നമുക്ക് കണക്കൂട്ടാം. പക്ഷെ അവിടെയാണ് ഞാൻ പറയുന്നത്, ഒന്ന് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകൾ മൊത്തം ഇത് ഏറ്റെടുക്കുന്നു, വിളിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഒക്കെ പിന്നിലുള്ള എന്താണെന്നറിയാമോ? ഒരു തരത്തിലുള്ള PR വർക്കുകളാണ് അയ്യപ്പദാസ്. ശരിയാണോ? ഗവൺമെന്റ് PR വർക്ക് നടത്താൻ നോക്കുന്നു. അതേസമയം ശരിക്കും ഈ ചെറിയ ചെറിയ ആളുകളെ ചില നടന്മാർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അവരുടെ PR വർക്ക് 20 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ PR വർക്ക് ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് നിഖില വിമൽ എന്ന് പറയുന്നത്. നിഖില ആത്മാർത്ഥമായിട്ട് ചെയ്തതായിരിക്കും. കാരണം അവിടെ ക്യാമ്പിൽ ഇരുന്നിട്ട് മറ്റേ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ശേഖരിക്കുന്ന വർക്ക് ചെയ്തിട്ടുണ്ടാവും. നിഖില അങ്ങനെ തന്നെ ചെയ്തായിരിക്കും. നിഖില ഒരു പ്രൊപ്പഗാൻഡ നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ നിഖില വിമൽ അവൾ നടത്തുന്നതിനെ പോലും ആളുകൾ കണ്ട നിഖില ഇവിടെ നിൽക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് കുറെ മറ്റേ അലവലാതി യൂട്യൂബ് ചാനലുകാർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രചരണം നടക്കുന്നത്. അപ്പൊ സത്യത്തില് നമ്മുടെ നാട്ടിൽ എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അത് ഒന്നുകിൽ രാഷ്ട്രീയമായി മുതലെടുപ്പിന് തയ്യാറാവുക, അല്ലെങ്കിൽ അവരവരുടെ PR-ഉം അവരവരുടെ ഇമേജ് ബിൽഡിങ്ങിനും വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് സത്യത്തില് ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, ഇപ്പൊ പ്രകാശ് രാജിനോടൊക്കെ നമുക്കുള്ള ബഹുമാനം
അദ്ദേഹം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പോ വിയോജിപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം നരേന്ദ്രമോദി വിമർശിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ നമ്മളിവിടെ ഏതെങ്കിലും താരമോ ഏതെങ്കിലും ആളുകളോ ഇത്രയും ആളുകൾ ഉണ്ടായാൽ ഗവൺമെന്റ് കുറച്ചുകൂടി കർശനമായ നിലപാടുകൾ എടുക്കേണ്ടതായിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കേണ്ടതായിരുന്നു. ഇത്തരത്തിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരു സാഹിത്യകാരനോ ഒരു നടനോ സാംസ്കാരിക നായകരോ ഒരു എലൈറ്റ് ക്ലാസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആളുകളോ പോലും ഒരു മനുഷ്യർ ഇതുവരെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഒന്ന് രണ്ട് പാരിസ്ഥിതിക പ്രവർത്തകര് നമ്മുടെ നീലകണ്ഠൻ സാർ സി ആർ നീലകണ്ഠൻ സാറും അതുപോലെ കെ എം ഷാജഹാൻ ഇങ്ങനെ കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതിനേക്കാൾ മുകളിൽ ഇപ്പൊ സച്ചിദാനന്ദൻ മാഷോ പറയേണ്ടതുണ്ട്, ബാക്കിയുള്ള ആളുകളൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പറയേണ്ടതാണ്. മനസ്സിലായോ? അവർ അല്ല, പുള്ളി അറിയാഞ്ഞിട്ടായിരിക്കുള്ളൂ. പുള്ളി രാവിലെ എഴുന്നേറ്റ് ഹിന്ദു ആയിക്കൊണ്ട് എനിക്ക് കൊണ്ട് ഇത് അറിയാനിട്ടായിരിക്കുള്ളൂ സച്ചിദാനന്ദൻ മാഷോ. നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പൊ പ്രഭാവർമ്മയ്ക്ക് ഇനി എനിക്ക് കൊണ്ട് അടുത്ത അവാർഡ് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരത്തില് ഈ പറയുന്ന നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ആളുകളും എല്ലാം കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒന്ന്, ഇതിനെ ഒരു കുറെ സ്ലൈഡ് ആയിട്ടുള്ള PR വർക്കിന് വേണ്ടി ചെയ്യുന്നു. എന്നിട്ട് വലിയ എന്തോ കാരുണ്യ പ്രവർത്തനം അവിടെ ചെയ്തു എന്നുള്ളതാക്കുന്നു. ശരി, പക്ഷെ ഒരു കാര്യമുണ്ടെന്നേ, എല്ലാ വിദേശ രാജ്യങ്ങളിലും ഒരു സംഭവം ഉണ്ടാവുന്നു. അതാദ്യം തന്നെ എന്ത് ചെയ്യും? ആളുകളെ രക്ഷപ്പെടുത്തണം. ഒന്നാമത്തെ പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി എന്താ? അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കണം. മൂന്നാമത്തെ പ്രയോറിറ്റി അവരെ പുനരധിവസിപ്പിക്കണം. നാലാമത്തേതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? വൈ ഇറ്റ് വാസ് ഹാപ്പൻഡ്? എന്തുകൊണ്ടാണ് ഇത്? ഇറ്റ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ് അഗൈൻ ഇൻ എനി അതർ ഏരിയാസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ഈ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശരി, ആൾക്കാരെ പുനരധിവസിച്ച് ഇപ്പോൾ ഉള്ള പ്രശ്നം തീർന്നോട്ടെ, ഈ ഡിസാസ്റ്റർ പ്രശ്നങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം. കാര്യം ഒരു 4-5 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ ചിന്തിക്കാം. ബാക്കി 3 എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ഇപ്പൊ നമ്മുടെ സാർ ഒരു കാര്യം കൂടെ, സാറ് പറഞ്ഞില്ലേ ഇതിനൊക്കെ ചെറിയ ചെറിയ സംഘടനകൾ പണപ്പിരിവ് നടത്തുന്നുള്ള, അതിന് സർക്കാരിനൊരു നിയന്ത്രണം വെച്ചുകൂടെ? ഒരു നിയന്ത്രണവും ഇല്ല. സർക്കാരിന് പറയാമല്ലോ, നിങ്ങൾ ഇങ്ങനെ പിരിച്ചെടുക്കുന്ന ഈ കാശ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിന്റെ ഒരു രേഖ നിങ്ങൾ പൊതുജനങ്ങളെ കാണിക്കണം എന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറയുന്നത് സാർ ഇപ്പൊ വായിച്ച ഇതിന്റെയൊക്കെ പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? സാഹിബാസ് ഈ ചോദ്യം ചോദിച്ചു വന്നത് അതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, ഞാൻ തന്നെ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ബാക്കിയുള്ളവരോട് കാണിക്കുമെന്ന് പറയും. അല്ല, ഈ കൊടുക്കുന്ന ഞാൻ തന്നെ, അതായത് എന്റെ ഫണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് കാണിക്കണമെന്ന് പറയും. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഭയങ്കര തട്ടിപ്പാവൂലേ സാർ? അതുകൊണ്ടാണ് സത്യത്തിൽ ഗവൺമെന്റ് ഒരൊറ്റ നിയമം മതിയല്ലോ. നിങ്ങൾ പണം പിരിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അത് വെബ്സൈറ്റിലൂടെ നിങ്ങൾ പരസ്യപ്പെടുത്തണം. പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾ മേടിച്ച ഓരോ രൂപ അതിന്റെ എക്സ്പെൻസ് അത് ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്തതായിട്ട് രേഖ കാണിക്കുക. ഇനി ഞാൻ അയ്യപ്പാസിനോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ഓർഗനൈസേഷൻസ് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യും. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാം. ഇവർക്കെല്ലാം 4, 5, 10 സ്റ്റാഫുകൾ ഇരുന്ന് വർക്ക് ചെയ്യണം. ഈ സ്റ്റാഫിന്റെ സാലറി ഇവർ ഇവിടെ നിന്ന് എടുക്കും. ചാരിറ്റബിൾ എനിക്കൊക്കെ തന്നെ ഇപ്പൊ നിരവധി കോള് വരാറുണ്ട്. അതായത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ സാർ ഒന്ന് സഹായിക്കൂ എന്ന് ചോദിച്ച്, അതായത് ഒരു 5-6 തവണ എയർടെല്ലോ അല്ലെങ്കിൽ മറ്റേ ജിയോ ഒക്കെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കാർ ഷോറൂമിൽ നിന്നുള്ള കാർ കമ്പനികൾ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ ഇവർ ഫോളോ അപ്പ് ചെയ്യാണ്. ഈ കുട്ടിക്ക് കിട്ടുന്ന മറ്റേ സാലറി എവിടെ നിന്ന് കൊടുക്കും? ഇതേപോലെ കിട്ടുന്ന കാശ് തന്നെ. അപ്പൊ നിങ്ങൾ വളരെ ജെന്യുവിൻലി ആളുകളോട് കാര്യം പറ. 1 ലക്ഷം രൂപ പിരിച്ചെടുക്കാം, അതിൽ 20% ഞങ്ങളുടെ എക്സ്പെൻസ്, ഞങ്ങളുടെ ശരിയാണ്. അപ്പൊ അവരവിടെ പോകുന്നു, ട്രാവലിംഗ് കാശ് തന്നെ കൊടുക്കണം. അപ്പൊ അത് 20% എക്സ്പെൻസ് ഞങ്ങളുടെ എക്സ്പെൻസിന് വേണ്ടി എടുക്കും എന്ന് പറയൂ. എന്നിട്ട് ബാക്കി 80% ഞങ്ങൾ ആളുകൾക്ക് കൊടുക്കൂ എന്ന് പറ. അങ്ങനെ ട്രാൻസ്പെറന്റ് ആയി പണി ചെയ്യിപ്പിക്കാൻ ഈ നാട്ടിൽ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുമില്ല. തീർച്ചയായിട്ടും അങ്ങനെ കാണിക്കും. പിന്നെ നമ്മളിവിടെ ഇതൊന്നും ട്രാൻസ്പെറന്റ് ആക്കാത്തതിന്റെ കാര്യം എന്താ അറിയൂ? ഇത് മറ്റേ അഴിമതിക്കുള്ള സാഹചര്യവും മോഷ്ടിക്കാനുള്ള സാഹചര്യവും ഒരുക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഒരു കാര്യം ഞാൻ അയ്യപ്പാസിനോട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. വില്ലേജ് ഓഫീസിൽ നമ്മൾ ജാതിക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്, ജാതി മതത്തിന് കാസ്റ്റ് 6 മാസം കൂടുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ളല്ലോ ക്രീമിയിലേറെ ആളുകളൊക്കെ. ഒരു വില്ലേജ് ഓഫീസർ കേരളത്തിലിരുന്നു. അദ്ദേഹം ഒരു MC കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം അവിടെ ഒരു സോഫ്റ്റ്വെയറിൽ അവിടെയുള്ള ഏതാണ്ട് 10,000 കുടുംബങ്ങളുടെയും ജാതിയും അതിന്റെ ഡീറ്റെയിൽസും എൻട്രി ചെയ്തു. പിന്നെന്താ സംഭവിക്കണമെന്ന് അറിയോ? ചെല്ലുമ്പോ തന്നെ സർട്ടിഫിക്കറ്റ് എടുത്ത് കയ്യിലേക്ക് നിങ്ങള് പുള്ളിക്കറിയാലോ എന്താണെന്ന്, ജാതി മതമൊക്കെ ഇതാണെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. ആഴ്ചയിൽ മാറിയിട്ടുണ്ടാവോ എന്നുള്ളത് നോക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് ചെല്ലുമ്പോ തന്നെ പുള്ളി ആ സർട്ടിഫിക്കറ്റ് എടുത്തും കൂടെ കൃത്യമായിട്ട് നമുക്ക് തരും. അപ്പൊ അങ്ങനെ ട്രാൻസ്പെറന്റ് ആക്കാൻ വേണമെങ്കിൽ, പക്ഷെ അത് ആക്കാത്തതിന്റെ കാര്യം മുകളിലിരിക്കുന്നത് മുതൽ താഴേക്കുള്ള ഫണ്ടുകൾ വരെ ഇതേപോലെ കൃത്യമായിട്ടല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ വേറൊരു കാര്യം പറയാം. ബക്കറ്റ് പിരി തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കണക്കുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. എന്തെങ്കിലും കണക്കുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. കൈയിട്ട് വാരി പോക്കറ്റിലാക്കും.
അപ്പൊ അതുകൊണ്ട് ഇത്ര വലിയ ശരിക്കും സാർ പറഞ്ഞാൽ ഇത്രയും പറയുമ്പോഴേ സാർ പറയുമ്പോൾ ഈ കാശ് ഇടുന്നവർ തന്നെ ചോദിക്കും, ഞങ്ങൾ കണക്ക് പറയണമെങ്കിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി വെട്ടിയതിന്റെ കണക്ക് അങ്ങനെ ആദ്യം പറയട്ടെ എന്ന് പറയും. അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ വന്ന വെട്ടലുണ്ടല്ലോ. അല്ല അവിടെയാണ് നമ്മൾ ഈ നേരത്തെ അല്ല സംസാരിച്ച- അയ്യപ്പദാസെ ഇപ്പൊ മുഖ്യമന്ത്രിയും പിണറായി നമ്മൾ വിജയനോ നേരത്തെ പറഞ്ഞ എക്സോ വൈയോ ആരും ആയിക്കോട്ടെ, പക്ഷെ അവിടെയാണ് ഒരു വലിയ ഗുണമുള്ളത്. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിലേക്ക് നിങ്ങൾക്ക് പണമായിട്ട് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചെക്കായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ടോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ കറക്റ്റ് വഴി ബാങ്കായിട്ട് ട്രാൻസാക്ഷൻ അവിടെ എത്തി. തെറ്റായ തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് രാമേന്ദ്രന് കൊടുത്തതും ഒഴിവൂർ വിജയന് കൊടുത്തതൊക്കെ തെറ്റായ തീരുമാനമാണെങ്കിൽ പോലും അതെന്തെങ്കിലും പുറത്തു വരും. കാരണം എന്താ, ഗവൺമെന്റ് ഫണ്ടാണ്, ജനത്തിന് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷെ അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലായിരിക്കില്ലേ സംഘടനകൾ അത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ എല്ലാവരുടെയും കാര്യത്തിലല്ല, ഒരു 100 സംഘടന എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 4 or 5 പേരായിരിക്കും ജനുവിനായിട്ട് ചെയ്യുന്നുണ്ടാവുക, ഇല്ലേ? ബാക്കിയുള്ളവരെന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഇപ്പൊ ഇതിലേക്ക് സംഭാവന കൊടുത്തവരാരൊക്കെ നോക്ക്. 5 കോടി രൂപ യൂസഫലി കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ മലബാർ ഗോൾഡ് തന്നെ 3 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. കല്യാൺ 5 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. കല്യാൺ ജ്വല്ലറിക്കാർ, കല്യാണരാമനൊക്കെ. അതുപോലെ അദാനി 5 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അംബാനി ഇതുവരെ കൊടുത്തിട്ടില്ല. മിക്കവാറും കൊടുക്കുമ്പോൾ നമുക്കറിയാലോ, എന്തായാലും പുള്ളി 50,000 രൂപ കൊടുക്കാൻ പോലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ എമൗണ്ടുകളായിരിക്കും കൊടുക്കുക. അപ്പൊ അത്തരത്തിൽ കൊടുക്കുമ്പോ ഇത് ഗവൺമെന്റിന് കൊടുക്കാൻ അവർക്ക് കഴിയുള്ളൂ. കാരണം അതുകൊണ്ട് അവർ കൊടുക്കുമ്പോൾ ഇത് കൃത്യമായി ഒരു ട്രാൻസ്പെറന്റ് ആയ രീതിയിൽ ചെലവഴിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കണം. അതിനല്ലാതെ ഗവൺമെന്റ് അങ്ങനെ ചെലവഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിമർശനം വകമാറ്റി പോലും ചെലവഴിക്കാൻ പാടില്ല. വകമാറ്റി ചെലവഴിക്കാൻ പോലും പാടില്ലെന്ന് മാത്രമല്ല, സ്വന്തം ഇഷ്ടക്കാർക്ക് ഇതുപോലെ കാശെടുത്ത് കൊടുക്കുന്ന പണി ചെയ്യരുത്. ഈ പുനരധിവാസം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ ഒരു വലിയ അല്ല, അത് കാശുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരിക്കലും പറ്റില്ല, പെട്ടെന്ന് പറ്റില്ല. പിന്നെ ആ പുനരധിവാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ സത്യത്തിൽ ഒരു പെൺകുട്ടിയോട് ഒരു സർട്ടിഫിക്കറ്റിന്റെ എന്തെങ്കിലും ഒരു രേഖ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു രേഖയും അവരുടെ ഉണ്ടാവില്ല. അപ്പൊ അത്രയും സഹാനുഭാവത്തോടു കൂടി വേണം അവരോട് ഇടപെടാൻ. ഈ കാര്യം അതിനൊരു നോഡൽ ഓഫീസറെ വെക്കണം. എന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഏറ്റെടുക്കണം. അപ്പൊ അത് പലപ്പോഴും ഗവൺമെന്റുകൾ ചെയ്യാറുണ്ട്. എന്തിനാണെന്നറിയാം, ഈ ഇലക്ഷനൊക്കെ അനുബന്ധിച്ച് പലപ്പോഴും വളരെ സൗഹാർദ്ദപരമായ ഇടപെടലുകളാണ് സ്ഥാനാർത്ഥികളോട്. അപ്പൊ അതുകൊണ്ട് അതേപോലൊരു പരിപാടി ഗവൺമെന്റ് ഇതിനകത്ത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.